ഇവിടെ 10-12 വർഷം. ഞാൻ ഇവിടെ വന്ന് നേരത്തെ ഇവിടെ ആനപ്പിടുത്തം ഉണ്ടായിരുന്നു. ആനപ്പിടുത്തമുള്ള കാലത്ത് പിന്നെ ഉണ്ടായിരുന്നു, കാപ്പാനകളെല്ലാം ഉണ്ടായിരുന്നില്ല. കാപ്പാനെല്ലാം അങ്ങോട്ട് ചരിഞ്ഞു പോയ ആനകളുണ്ട്. അത് കഴിഞ്ഞ ശേഷം വന്ന ആനകളാണ് എൻ്റെ പ്രിയദർശിനി. അതിനെ കൊപ്പുറത്തൊന്നും പാടാനാണ് അതിനകത്ത് കിട്ടിയാണ്. അതിനെ കിട്ടി ഇവിടെ എന്നെ ഈ കൂട്ടിക്കയറ്റി പരിശീലിപ്പിച്ചാണ്. അതിന് ശേഷമാണ് രണ്ടാമത് മീന. അതിനെ കൊച്ചു കുഞ്ഞിനെ കിട്ടിയാണ്. അതിനെ ഇവിടെ കൊണ്ട് പരിശീലിച്ചെടുത്തു. അത് കഴിഞ്ഞ് നല്ലതാണ് ഇവ നമ്മൾക്ക് ആനയല്ലേ. പിന്നെ കോട്ടനാട് കൂട്ടി നിന്നുണ്ടാണ് എറണാകുളം ജില്ലയിൽ. അവിടുന്ന് കൊണ്ട് ഇവിടെ കൊണ്ട് വളർത്തിയ ആനകൾ. പിന്നെ കൃഷ്ണായ തിരുവനന്തപുരം പേപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിൽ കൊണ്ടുവരണം. ഇതെല്ലാം പരിശീലിപ്പിച്ച ആനകളാണ്. പിന്നെ നമുക്ക് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരാനയ്ക്ക് 8 കെട്ട് പിന്നെ പുല്ലാണ്. 50 കിലോ ഒരു 8 കെട്ട് പുല്ല് വരും. 50 കിലോ ഒരാനയ്ക്ക്. പിന്നെ അങ്ങനെ 50 കിലോ ആകുമ്പോൾ 250 കിലോ അങ്ങനെ വെച്ച് കൊടുക്കും. പിന്നെ രാവിലെ ആഹാരം ചോറ്, കഞ്ഞിപ്പുല്ല്, മുതിര, പരിപ്പൊട്ടി, മഞ്ഞപ്പൊടി എല്ലാം കൂടി ചേർത്ത് നമ്മൾ പിന്നെ പുട്ടുപോലെ നമ്മുടെ ഈ ഉപ്പ് പോലെ ഉണ്ടാക്കി ഉള്ളിലായിട്ട് കൂട്ടി കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് വെള്ളം കൊടുക്കും. വെള്ളം കൊടുത്ത് രാവിലെ വൈകിട്ട് പിന്നെ വെള്ളം കൊടുത്ത് അത് കഴിഞ്ഞ് കുളിപ്പിച്ചാണ് ചോറ് കൊടുത്തത്. ചോറ് കൊടുത്ത് പിന്നെ നമ്മൾ 2-3 മണിയാകുമ്പോൾ വീണ്ടും തണുപ്പിച്ച് പിടിച്ച് കിട്ടും. വെളിയിലോട്ട് എങ്ങനെ പിന്നെ നേരത്തെ പുറത്ത് കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ പുറത്ത് കാരണം ഈ വണ്ടിയുടെ ശല്യമുള്ളതുകൊണ്ട് ഇപ്പോൾ പുറത്ത് കൊണ്ടുപോകത്തില്ല. ഇതിനകത്ത് രാവിലെ പിന്നെ 4 കിലോമീറ്റർ നടത്തിക്കുന്നത് നമ്മുടെ ഈ കമ്പൂറിനകത്ത്. ആനക്കൂടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ കാട്ടാനെ കൊണ്ടുവന്ന് പരിശീലിക്കുന്ന കൂടാണ്. അതിപ്പം ആനപ്പോൾ ആ കാട്ടാനകളെ പിടിക്കുന്നില്ല. അതുകൊണ്ടിപ്പം പിന്നെ നമുക്ക് കുട്ടിയാടും നമ്മൾ അതിനകത്ത് കൊണ്ട് പരിശീലിപ്പിച്ചെടുക്കത്തേ ഉള്ളൂ. നേരത്തെ നമുക്ക് ആനസവാരിയൊക്കെ ഉണ്ടായിരുന്നു. ഈ കൂടായതുകൊണ്ട് കുറച്ച് നിർത്തിച്ചേക്കാം. അതിപ്പം തുടങ്ങണം. കാരണം ഈ കോവിഡിൻ്റെ ഇതൊക്കെ മാറി വരും. വരുമ്പോൾ പറഞ്ഞ് സവാരിക്ക് പോരാ. അതുപോലെ ഇവിടെ നമ്മുടെ കൊട്ടഞ്ച് സവാരിയുണ്ട്. ആർക്ക് ഈ ട്രിപ്പിൻ്റെ പിന്നെ ഫാമിലിയുടെ 4000 രൂപ 4000 രൂപ ഉണ്ട് വാങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ആനസവാരിക്ക് പിന്നെ 3 പേർക്ക് 2 പേർക്ക് പറഞ്ഞു കൊടുക്കാനാണ്.